18-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ ആഗ്രഹമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. ഐ ഹാവ് ലീവ്ഡ് ദ വേ ദ ലോർഡ് വാണ്ടഡ് മീ ടു. ഐ എം നോട്ട് ഗിൽറ്റി ഓഫ് ടേണിങ് അവേ ഫ്രം മൈ ഗോഡ്. ഇതാണ് ഇന്നലത്തെ ചിന്തയിലും മറഞ്ഞു കിടക്കുന്ന സത്യം. എൻ്റെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ ഞാൻ എന്നാൽ ആവോളം പരിശ്രമിച്ചു. എനിക്ക് ആ കാര്യത്തിൽ കുറ്റബോധമില്ല. ഐ എം നോട്ട് ഗിൽറ്റി ഓഫ് ടേണിങ് അവേ ഫ്രം മൈ ഗോഡ്. എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ച്, എൻ്റെ ദൈവത്തെ ഞാൻ മറന്ന്, എൻ്റെ ദൈവത്തെ ഞാൻ ത്യജിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് കുറ്റബോധമില്ല. ഐ ഹാവ് ലീവ്ഡ് ദ വേ ദ ലോർഡ് വാണ്ടഡ് മീ ടു. എൻ്റെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന വഴിയിൽ നടക്കാൻ, ജീവിക്കാൻ, പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു. നിങ്ങൾക്ക് ഈ ആശയത്തെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് എന്താ അദ്ദേഹം ഡാഷ് ഡാഷ് കാര്യങ്ങൾ ചെയ്തില്ലേ? ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തർജ്ജിമ ഞാനൊന്ന് വായിക്കട്ടെ. എൻ്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം ചെയ്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴി വിട്ടു മാറിയിട്ടില്ല. എൻ്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങൾ മറ്റ് രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് ദൈവത്തോട് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ദൈവത്തിൻ്റെ ആലയത്തിൽ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച രാജാക്കന്മാരുണ്ട്. അവർ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവത്തിൻ്റെ ആലയത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് പകരം കൊള്ളക്കാരുടെ കൊള്ള സാധനങ്ങൾ കൊണ്ടുവെക്കാൻ ആലയത്തിൽ ഇടം കൊടുത്തു. ദൈവത്തിൻ്റെ വചനത്തെ ആലയത്തിൽ നിന്ന് എടുത്ത് മാറ്റി വചനവായന അവസാനിപ്പിച്ചു, ആരാധന അവസാനിപ്പിച്ചു. ഇതെല്ലാം ദൈവത്തോട് ദ്രോഹം ചെയ്തവരാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കാര്യത്തിൽ വീഴ്ച വന്നു. തന്നോട് ദ്രോഹം ചെയ്തു, താൻ മറ്റൊരു കുടുംബത്തോടും ദ്രോഹം ചെയ്തു. അത് ദൈവത്തോട് ചെയ്യുന്ന പാപം തന്നെയാണ്. എന്നാൽ അത് ക്ഷമ പറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ചു. അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാൻ ഞാൻ എന്നെപ്പോലൊരു ഉപദേശി ലൈസൻസ് കൊടുക്കുകയാണെന്നെങ്ങാനും ആരെങ്കിലും തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെയല്ല. ബൈബിൾ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ കാതലായ സത്യം പറയുകയാണ്. നമ്മൾ ആരും പൂർണ്ണരുമിറ്റും അല്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ധൃതി വെക്കരുത്. വചനം ശ്രദ്ധിക്കൂ. അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം ചെയ്തില്ല. ഐ ഹാവ് ലീഡ് ദ വേ ദ ലോർഡ് വാണ്ടഡ് മീ. ഐ എം നോട്ട് ഗിൽറ്റി ഓഫ് ടേണിങ് അവേ ഫ്രം മൈ ഗോഡ്. ദൈവത്തിൻ്റെ വഴി വിട്ട് പോയി എന്ന കാര്യത്തിൽ എനിക്ക് കുറ്റബോധം ഒരിക്കലുമില്ല. നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മളിലേക്കൊന്ന് വരാം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴി വിട്ട് നടന്നിട്ടില്ല, അക്കാര്യത്തിൽ എനിക്ക് കുറ്റബോധമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം, അല്ലേ? ഞങ്ങളുടെ കർത്താവേ, അങ്ങനെ ഒരു പ്രാഗൽഭ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.